ഭയവും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു ലോകത്തിൽ കാലാതീതമായി പ്രതീക്ഷയും സമാധാനവും നൽകുന്ന ഒരു ഗാനമുണ്ട്. ദാവീദ് രാജാവ് എഴുതിയ 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാണ് എന്ന വാക്കുകളോടെയാണ് അത് ആരംഭിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആണത്. രാജാവാകുന്നതിന് മുമ്പ് ദാവീദ് ബെത്ലഹേമിലെ കുന്നുകളിൽ തന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ഇടയ ബാലനായിരുന്നു. അവൻ കിന്നരം വായിച്ചു, പാട്ടുകൾ എഴുതി, ലളിതവും അടിയുറച്ചതുമായ ദൈവവിശ്വാസത്തിൽ ജീവിച്ചു. പിന്നീട് ഒരു യോദ്ധാവ്, അഭയാർത്ഥി, ഒടുവിൽ ഇസ്രയേലിന്റെ രാജാവ് എന്നീ നിലകളിൽ ദാവീദ് ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും, ജയത്തിലും പരാജയത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അദ്ദേഹം അനുഭവിച്ചു. ഈ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം എഴുതിയ സ്തുതിഗീതങ്ങൾ ഇന്നും ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അവയിൽ ഒന്നാണ് വിശ്വാസികളുടെ പ്രിയപ്പെട്ട സങ്കീർത്തനം. വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്വർഗീയ സ്നേഹത്തിന്റെയും ഒരു ഗാനം. സങ്കീർത്തനം 23. 23-ാം സങ്കീർത്തനത്തിന്റെ ഒരു ദൃശ്യാവിഷ്കരണത്തിലേക്ക് സ്വാഗതം. Stories that shine, truth that grows. Welcome to Joy Seeds. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. The Lord is my shepherd, I shall not want. He makes me lie down in green pastures. He leads me beside still waters. He restores my soul. He leads me in the path of righteousness for His name's sake. Even though I walk through the valley of shadow of death, I will fear no evil, for you are with me. Your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil, my cup overflows. Surely goodness and mercy shall follow me all the days of my life, and I shall dwell in the house of the Lord forever. ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ നടന്നാലും നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് 23-ാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇടയനായ കർത്താവ് നമ്മെ നയിക്കുന്നു, സംരക്ഷിക്കുന്നു. ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും നമുക്ക് സമാധാനം നൽകുന്നു. ഈ സങ്കീർത്തനം ദാവീദിന്റെ ഒരു ഗാനം മാത്രമല്ല, നമുക്കായുള്ള ദൈവത്തിന്റെ ഒരു വാഗ്ദാനം കൂടിയാണ്. തന്റെ ആടുകളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഇടയനിൽ വിശ്വസിക്കാനുള്ള ഒരു ആഹ്വാനം. വരും ആഴ്ചകളിൽ ദൈവകൃപയാൽ രാജാവായി മാറിയ ഇടയബാലനായ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കാം. ദുഃഖത്തിന്റെയും വിജയത്തിന്റെയും ഗാനങ്ങൾ ആലപിച്ച മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വിശ്വാസം ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കഥ തുടരുമ്പോൾ ഞങ്ങളോടൊപ്പം ചേരുക. ദാവീദിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ കയ്യൊപ്പ്, മാർഗനിർദ്ദേശം ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കും എന്ന് വരും ആഴ്ചകളിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കുവാനും വിട്ടുപോകരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ കൂടി ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നന്ദി.